UAE യൂണിയന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന വർണ്ണാഭമായ ഈ റാലി ഈ രാജ്യത്തെ ഹൃദയംഗമമായി അഭിവാദനം ചെയ്യുന്നു. വിശപ്പകറ്റി സ്വപ്നം കാണാൻ പഠിപ്പിച്ച നാടിന്റെ വിജയാഘോഷത്തിൽ മനസ്സ് നിറഞ്ഞ മലയാളികളും അണിനിരന്നു. ദുബായ് നഗരത്തിൽ ബുത്തീനയിൽ മലയാളികളുടെ നേതൃത്വത്തിലായിരുന്നു ദേശീയ ദിന പരേഡ്. മർക്കസ്, ICF, വിസാല സ്റ്റഡി സെന്റർ എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ നൂറുകണക്കിന് പേർ പങ്കാളികളായി. ദുബായ് പോലീസ്, RTA തുടങ്ങിയവയുടെ സഹായത്തോടെ നടത്തിയ ദേശീയ ദിന പരേഡിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു. ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടിയും ആവേശത്തോടു കൂടിയാണ് ഈ രാജ്യത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് വേണ്ടി സംബന്ധിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിലുള്ള ആളുകളും ഒരേ മനസ്സോടു കൂടിയിട്ടാണ് ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കേവലം ഒരു ആഘോഷമോ കേവലം ഒരു പ്രകടനമോ എന്നതിലപ്പുറം ആത്മാർത്ഥമായ നന്ദി പ്രകടനം ഈ രാജ്യത്തോടും ഈ രാജ്യത്തിൻ്റെ സംവിധാനത്തോടും ഭരണാധികാരികളോടുമുള്ള കൂറ് പ്രകടിപ്പിക്കൽ കൂടിയാണ് ഇന്നത്തെ ഈ റാലി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഷെയ്ഖ് സായിദിന്റെയും ഷെയ്ഖ് റാഷിദ് അൽ മക്തൂമിന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത അലങ്കരിച്ച ആഡംബര കാറിന്റെ അകമ്പടിയോടെയായിരുന്നു പരേഡ്. റോൾസ് റോയ്സിന്റെ ആദ്യ ഇലക്ട്രിക് കാർ മലയാളി വ്യവസായി ഷെഫീഖ് അബ്ദുറഹ്മാനാണ് ഒരുക്കിയത്. നമ്മൾ ഈ രാജ്യത്ത് ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ വർഷത്തോടുള്ള ഈ രാജ്യത്തോടുള്ള കടപ്പാട് കൂടി വരാൻ, അപ്പം അതിനനുസരിച്ച് നമ്മളുടെ ഈ രാജ്യത്തോടുള്ള സ്നേഹവും ബഹുമാനവും നമ്മൾ അതിനനുസരിച്ച് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ സ്നേഹം ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കും. ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പ്രവാസി കൂട്ടായ്മകളുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിലും വിവിധയിടങ്ങളിൽ ദേശീയ ദിനാഘോഷം നടന്നു. 53ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ കേരളവും നന്ദിപൂർവ്വം UAE ഓർക്കണം. ഈ രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണയും സ്നേഹവും കരുതലും ഉണ്ടായിരുന്നില്ല എങ്കിൽ കേരളം ഇന്നത്തെ ഈ നിലയിൽ എത്തില്ലായിരുന്നു. അതിനുള്ള നന്ദിയാണ് ദുബായിലെ തെരുവിൽ മലയാളികൾ പ്രകടിപ്പിക്കുന്നത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.